ഈ നന്ദി വിഗ്രഹത്തിൽ ഇടയ്ക്ക് ചില വ്രണങ്ങൾ ഉണ്ടാകാറുണ്ട്. അതൊരു അത്ഭുതമാണ്. ഇത്തരം വ്രണങ്ങൾ ഉണ്ടാകുന്നത് ഒരു അപശകുനമായാണ് കണക്കാക്കപ്പെടുന്നത്. പാർവതീ സമേതനായി രത്നപീഠത്തിൽ ഇരിക്കുന്ന സദാശിവന്റെ ഭാവമാണ് ഇവിടെ പ്രതിഷ്ഠയ്ക്ക്. 1.5 അടി ഉയരമുള്ള സ്വയംഭൂ ലിംഗത്തിൽ കിഴക്കോട്ട് ദർശനമായി തിരുനക്കര മഹാദേവൻ ഇവിടെ കുടികൊള്ളുകയാണ്. തിരുനക്കര മഹാദേവ ക്ഷേത്രം ഇത് കോട്ടയം നഗരത്തിൻ്റെ ഹൃദയഭാഗത്താണ്. ഇവിടുത്തെ ശിവലിംഗം എന്ന് പറയുന്നത് സ്വയംഭൂ ആണെങ്കിലും പരശുരാമനാൽ പ്രതിഷ്ഠിക്കപ്പെട്ടതാണെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ഈ ക്ഷേത്രത്തിലെ നന്ദി വിഗ്രഹവും സ്വയംഭൂ ആണെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ആ നന്ദി വിഗ്രഹത്തിന് ഒരുപാട് ചരിത്രങ്ങളൊക്കെ ഉള്ളതാണ്. കിഴക്കോട്ട് ദർശനമായാണ് ഈ ക്ഷേത്രം ഇവിടെ ഇരിക്കുന്നത്. 16-ാം നൂറ്റാണ്ടിൽ തെക്കുംകൂർ രാജാവാണ് കേരളീയ വാസ്തുവിദ്യാ ശൈലിയിൽ ഈ ക്ഷേത്രം പണി കഴിപ്പിച്ചത്. അതിന് കുറേ കാരണങ്ങളുമൊക്കെ ഉണ്ട്. വടക്കുംനാഥനോടുള്ള ഭക്തി, ആ ഭക്തി ഉള്ളതുകൊണ്ടാണ് രാജാവ് ഈ ക്ഷേത്രം ഇവിടെ നിർമ്മിച്ചതെന്ന്. വടക്കുംനാഥ ക്ഷേത്രം എല്ലാവർക്കും അറിയാമല്ലോ. ആ വടക്കുംനാഥ ക്ഷേത്രത്തിലെ ഭഗവാൻ തന്നെയാണ് ഈ തിരുനക്കര മഹാദേവ ക്ഷേത്രത്തിലും കുടികൊള്ളുന്നത്. തെക്കുംകൂർ രാജാക്കന്മാരുടെ ആസ്ഥാനം എന്ന് പറയുന്നത് തിരുനക്കര ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തുള്ള താഴത്തങ്ങാടിയായിരുന്നു. തൃശ്ശിവപേരൂർ വടക്കുംനാഥൻ്റെ പരമഭക്തനായിരുന്നു തെക്കുംകൂർ രാജാവ്. അദ്ദേഹം എല്ലാ മാസവും ഈ തൃശ്ശിവപേരൂർ വടക്കുംനാഥ ക്ഷേത്രത്തിൽ പോകുമായിരുന്നു. അന്ന് ഇന്നത്തെ പോലെ വാഹന സൗകര്യങ്ങളൊന്നുമില്ല. അന്ന് ഈ വള്ളത്തേലുമൊക്കെയാണ് പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ 2-3 ദിവസം കൊണ്ടൊക്കെയാണ് ക്ഷേത്രത്തിൽ ചെല്ലുകയും അവിടുന്ന് തിരിച്ചു വരികയൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ രാജാവിന് പ്രായമൊക്കെ ആകുന്ന സമയത്ത് തൃശ്ശിവപേരൂരിലേക്ക് പോകുവാനൊക്കെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായ സമയത്ത് ഒരു സ്വപ്നം കാണുകയാണ് ചെയ്തത്. അദ്ദേഹം സ്വപ്നത്തിൽ കണ്ട കാഴ്ച, നീ ഇനി തൃശ്ശിവപേരൂരേക്ക് വരണ്ട, ഞാൻ നിൻ്റെ നാട്ടിൽ തന്നെ കുടികൊള്ളും എന്നാണ്. അക്കാലത്ത് ഈ സ്ഥലം അറിയപ്പെട്ടുകൊണ്ടിരുന്നത് നക്കരക്കുന്ന് എന്ന പേരിലായിരുന്നു. അവിടെ നിന്നുമാണ് ഈ സ്വയംഭൂ ആയ ശിവലിംഗം കണ്ടെത്തിയത്. ആ ശിവലിംഗമാണ് ഈ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠ നടത്തിയിരിക്കുന്നതെന്നാണ് ഐതിഹ്യത്തിൽ പറയുന്നത്. പരശുരാമൻ 108 ശിവാലയങ്ങളിലാണ് പ്രതിഷ്ഠ നടത്തിയിട്ടുള്ളത്. അതിൽ ആദ്യം പ്രതിഷ്ഠ നടത്തിയതാണ് തൃശ്ശിവപേരൂർ വടക്കുംനാഥ ക്ഷേത്രം. അതുതന്നെയാണ് ഈ ക്ഷേത്രത്തിൻ്റെ ഒരു വലിയ പ്രത്യേകത. കാരണം ആ ഭഗവാൻ തന്നെയാണ് ഇവിടെയും കുടികൊള്ളുന്നതെന്ന പ്രത്യേകത ഈ തിരുനക്കര മഹാദേവ ക്ഷേത്രത്തിനുണ്ട്. ഇവിടത്തെ ഗണപതിയുടെ ക്ഷേത്രമാണ് ഇവിടെ ഇതുകൊണ്ട് നാളികേരം വഴിപാടെന്ന് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതാണ് ഗണപതി ക്ഷേത്രമാണിത്. ഇതിനോട് ചേർന്ന് തൊട്ട് അപ്പുറത്ത് തന്നെയാണ് കേട്ടോ കൂത്തമ്പലം വരുന്നത്. കൂത്തമ്പലത്തിനുള്ളിലെ മനോഹരമായ കാഴ്ചകളൊക്കെ നമ്മൾ ഇവിടെ വന്നൊന്ന് കാണേണ്ടത് തന്നെയാണ്. അത് ഈ രാമായണം, ഭാഗവതം തുടങ്ങിയ ഈ പുരാതന ഇതിഹാസങ്ങളിൽ നിന്നുള്ള മനോഹരമായ രംഗങ്ങൾ ദാരുശില്പങ്ങളായിട്ടാണ് ഇവിടെ പുനർജനിച്ചിരിക്കുന്നത്. അത് കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ്. ഏതാണ്ട് അതുപോലെ തന്നെയാണ് ശ്രീകോവിലിൻ്റെ ഒന്നും നമുക്ക് വീഡിയോ എടുക്കാൻ സാധ്യമല്ല. നാലമ്പലത്തിനുള്ളിലെ വീഡിയോകളൊന്നും നമുക്ക് എടുക്കാൻ സാധ്യമല്ലാത്തതുകൊണ്ടാണ് ഞാനത് കാണിക്കാത്തത്. ശ്രീകോവിലിന് ചുറ്റും നല്ല മനോഹരമായ ചുവർ ചിത്രങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെയാണ് ദാരുശില്പങ്ങളും. അതൊക്കെ നമ്മൾ നേരിട്ട് വന്ന് കണ്ടെങ്കിലേ നമുക്കത് മനസ്സിലാകത്തുള്ളൂ. ഈ ക്ഷേത്രത്തിൻ്റെ പ്രദക്ഷിണ വഴികളൊക്കെ ഈ കരിങ്കൽ പാകി വളരെ മനോഹരമാണ് ആക്കിയിട്ടിരിക്കുന്നത്. കണ്ടോ, അതിന് ചുറ്റും ഇങ്ങനെ മണൽ വിരിച്ചിരിക്കുകയാണ്. എത്ര സുന്ദരവും മനോഹരവുമായാണ് കിടക്കുന്നത് കണ്ടോ. നമ്മൾ നടന്നു പോകുന്ന ആ പ്രദക്ഷിണ വഴി കണ്ടോ, അത് മുഴുവൻ ഇങ്ങനെ കരിങ്കല്ല് പാകി നല്ല സുന്ദരമാക്കിയാണ് ഇട്ടിരിക്കുന്നത്. 2 സൈഡിലും ഇത് കണ്ടോ, ഇങ്ങനെ മണൽ ഇങ്ങനെ വിരിച്ചിരിക്കുകയാണ്. ഇവിടെ കണ്ടോ, ഇത് ഭദ്രകാളിയാണ് ഇവിടെ ഇങ്ങനെ ഒത്തിരി ഉപദേവതകളുണ്ട്. ഇവിടെ കണ്ടോ കുറേ ആൾക്കാരിങ്ങനെ നിൽക്കുന്ന കണ്ടോ. എല്ലാവരും കൂടുതൽ ആൾക്കാരും ഇങ്ങനെ ശബരിമലയ്ക്ക് പോകാൻ വേണ്ടി ഇവിടെ കെട്ടുമുറുക്കുന്ന സ്ഥലമാണ്. അയ്യപ്പൻ ആണ് ഇവിടെ. അപ്പോൾ അതിൻ്റെ മുന്നിൽ ആണ് ഇങ്ങനെ ഇപ്പോൾ ഈ കെട്ടുമുറുക്കാൻ വേണ്ടി ഒരുപാട് ആൾക്കാരിങ്ങനെ നിൽക്കുന്നത് കണ്ടോ. താഴെ ഇരിക്കുന്നവരൊക്കെ ഇങ്ങനെ ശബരിമലയ്ക്ക് പോകാൻ വേണ്ടി കെട്ടുമുറുക്കിക്കൊണ്ടിരിക്കുന്നതാണ്. ശബരിമല മലയാള മാസം 1-ാം തീയതി മുതൽ 5 ദിവസത്തേക്ക് തുറക്കുമല്ലോ. അപ്പം ഇന്നിപ്പം മലയാള മാസം 2-ാം തീയതിയാണ്. ഇവിടെ 1-ാം തീയതിയൊക്കെ വരുമ്പം നല്ല തിരക്കായിരിക്കും. 1-ാം തീയതി അല്ലാത്ത പിന്നെ ശനി ഞായറുമൊക്കെ ഭയങ്കര തിരക്കായിരിക്കും. എല്ലാ ദിവസവും ഉണ്ട് ഇവിടെ തിരക്ക്. ഈ കാണുന്ന ഇത് ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറേ നടയാണ്. പടിഞ്ഞാറ് ഭാഗത്തേക്കാണ് ഉള്ള ഗോപുരമാണ് ഈ കാണുന്നത്. പരശുരാമൻ പ്രതിഷ്ഠ നടത്തിയ ക്ഷേത്രങ്ങൾ അറിയാമല്ലോ. 108 ശിവാലയങ്ങളാണ് പരശുരാമൻ പ്രതിഷ്ഠ നടത്തിയിട്ടുള്ളത്. ഇവിടെ ഈ തിരുനക്കര മഹാദേവ ക്ഷേത്രത്തിലെ കൊടിമരത്തിൻ്റെ ഉയരമെന്ന് പറയുന്നത് 42 അടിയാണ്. അത് നമ്മളെ മറ്റ് ക്ഷേത്രങ്ങളിൽ നമ്മൾ ചെല്ലുമ്പോഴേ അവിടുത്തെ കൊടിമരമായിട്ടുള്ളൊരു വ്യത്യാസം നമ്മൾ നോക്കണം ഇവിടെ. കാരണം ഇവിടുത്തെ ഈ കൊടിമരത്തിന്
നല്ല തിളക്കമാണ്. ശ്രദ്ധിച്ചാൽ നമുക്ക് അറിയാൻ പറ്റും. അത് തേക്കും തടി തീർത്തിട്ട് സ്വർണ്ണ പറകൾ ഇറക്കിയ മനോഹരമായ ഒരു കൊടിമരമാണ് ഈ ക്ഷേത്രത്തിൽ ഉള്ളത്. ഈ ക്ഷേത്രത്തിലെ ഒരു വലിയ അത്ഭുതമായിട്ട് നിൽക്കുന്ന ഇവിടെ ഈ സ്വയംഭൂ ആയ നന്ദി വിഗ്രഹമാണ്. അത് ഇവിടുത്തെ ഒരു വലിയ അതിശയം, ഒരു അത്ഭുതം തന്നെയാണ്. ശരിക്കും നമ്മളെ ഈ ശിവക്ഷേത്രങ്ങളിലൊക്കെ ചെല്ലുന്ന സമയത്ത് ശിവഭഗവാനെ തൊഴുന്നതിന് മുമ്പ് നമ്മൾ നന്ദിയെ തൊഴണം എന്നാണ് ചിട്ട. അത് നന്ദിയുടെ ചെവിയിൽ നമ്മൾ ഈ ഭക്തർ വന്നിട്ട് ആഗ്രഹങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ നന്ദി ഭഗവാന്റെ അടുത്ത് ചെന്ന് പറയും എന്നാണ് വിശ്വാസം. ഈ ക്ഷേത്രത്തിലെ നന്ദി വിഗ്രഹത്തിന് മറ്റ് ക്ഷേത്രങ്ങളിലെ നന്ദി വിഗ്രഹത്തെ അപേക്ഷിച്ച് ഒരു പ്രത്യേകതയുണ്ട്. അത് ഈ നന്ദി വിഗ്രഹത്തിൽ ഇടയ്ക്കിടയ്ക്ക് ഈ വ്രണങ്ങൾ ഉണ്ടാകാറുണ്ട്. അത് ഒരു വലിയൊരു അത്ഭുതം തന്നെയാണ്. ഈ വ്രണങ്ങളൊക്കെ ഈ നന്ദി വിഗ്രഹത്തിൽ ഉണ്ടാകുന്ന ഒരു അപശകുനമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. രാജ്യത്ത് എന്തെങ്കിലുമൊക്കെ ഈ അത്യാഹിതങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്താണ് ഈ വ്രണം ഉണ്ടാകുന്നതെന്നും ആ വ്രണം പൊട്ടുന്നതും എന്നൊക്കെയാണ് ഈ ഭക്തരുടെ ഇടയിലുള്ള ഒരു വിശ്വാസം. പണ്ട് തിരുവിതാംകൂർ രാജാക്കന്മാരൊക്കെ നാട് നീങ്ങിയ സമയത്തൊക്കെ ഇതുപോലെ സംഭവിച്ചിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഇപ്പം പക്ഷേ ഈ വിഗ്രഹം പിച്ചളയിൽ പൊതിഞ്ഞിട്ട് ഈ സ്വർണം പൂശി ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. പക്ഷേ എങ്കിലും ഇപ്പോഴും ഈ വ്രണം ഇടയ്ക്ക് ഇങ്ങനെ വരാറുണ്ടെന്നൊക്കെ ഇങ്ങനെ പറയപ്പെടുന്നു. ഇത് കണ്ടോ, ഇത് ഈ പല ക്ഷേത്രങ്ങളിലും ഇങ്ങനെ നിൽക്കുന്നത് കണ്ടിട്ടുണ്ട് ഞാൻ. ഇതുപോലെ ഈ മരം, ഇതിൻ്റെ പേര് നിങ്ങൾക്കറിയാം ഇതെന്താണെന്നുള്ളത്? ഞാൻ ഇവിടെ അന്വേഷിച്ച് മനസ്സിലാക്കിയത് ഇത് സർപ്പഗന്ധി എന്നാണ് ഈ മരത്തിൻ്റെ പേര്. ഇത് കണ്ടോ, അതിലെ ഉണ്ടായി കിടക്കുന്ന ഒരു കാ കണ്ടോ, ഉരുണ്ട് ഇങ്ങനെ കിടക്കുന്നത്. ഇത് എന്തേലും ഉപയോഗത്തിന് പറ്റുന്നതാണോ എന്ന് എനിക്കറിയത്തില്ല. ഇതിൻ്റെ പൂക്കൾ കണ്ടോ, ഒരു പ്രത്യേക ഷേപ്പാണ്. അതുകൊണ്ടായിരിക്കും ചിലപ്പം ഇതിന് ഇങ്ങനെ ഒരു പേര് വന്നത്, സർപ്പഗന്ധി എന്ന്. ഇതങ്ങനെ വീടുകളിലൊന്നും കാണാറില്ല അല്ലേ, ഈ ഒരു മരം സർപ്പഗന്ധി. കൊള്ളാം. ഇവിടെ പാർവതി സമേതനായി രത്നപീഠത്തിൽ ഇരിക്കുന്ന സദാശിവൻ്റെ ഒരു ഭാവമുണ്ടല്ലോ, ആ ഭാവത്തിലാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. അതിൻ്റെ കാര്യം, തിരുനക്കര തേവർക്കൊപ്പം തന്നെയാണ് 1.5 അടി ഉയരമുള്ള പഞ്ചലോഹ നിർമ്മിതമായ പാർവതീദേവിയുടെയും പ്രതിഷ്ഠ. 1.5 അടി ഉയരമുള്ള സ്വയംഭൂ ലിംഗത്തിൽ കിഴക്കോട്ട് ദർശനമായി തിരുനക്കര മഹാദേവൻ ഇവിടെ കുടികൊള്ളുകയാണ്.